Hi dears, a warm welcome to Indo Learning. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ തേർഡ് യൂണിറ്റ് ആയ എംബ്രൈസിംഗ് ഡിഫറൻസസിലെ 6 ഡോട്ട്സ് എന്ന ലെസൺ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. നോക്കൂ, എംബ്രൈസിംഗ് ഡിഫറൻസസ്. എംബ്രൈസിംഗ് എന്നാൽ ഹഗ്ഗിംഗ്, ആലിംഗനം ചെയ്യുക. എന്നാൽ ഇവിടെ accepting എന്നാണ് അർത്ഥം, അംഗീകരിക്കുക. ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ. എംബ്രൈസിംഗ് ഡിഫറൻസസ് എന്നാൽ വ്യത്യാസങ്ങളെ അംഗീകരിക്കുക അഥവാ സ്വീകരിക്കുക എന്നതാണ്. ഇവിടെ വ്യത്യാസങ്ങൾ എന്നത് മനുഷ്യർക്കിടയിലുള്ള ജാതി, മതം, വർണ്ണം, ലിംഗം, ഭാഷ, സംസ്കാരം മുതലായവയാണ്. ഇത്തരം വ്യത്യാസങ്ങളെ അംഗീകരിക്കുക എന്നതാണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ ഓഡ്രെ ലോഡിന്റെ ഒരു കോട്ട് അഥവാ ഉദ്ധരണിയുണ്ട്. നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഓഡ്രെ ലോഡ്. ഇറ്റ് ഈസ് നോട്ട് അവർ ഡിഫറൻസസ് ദാറ്റ് ഡിവൈഡ് അസ്. ഇറ്റ് ഈസ് നോട്ട് അവർ ഡിഫറൻസസ്. ഡിഫറൻസസ് എന്നാൽ വ്യത്യാസം. ഇറ്റ് ഈസ് നോട്ട് അവർ ഡിഫറൻസസ്, അത് നമ്മുടെ വ്യത്യാസങ്ങളല്ല. ഏത്? ദാറ്റ് ഡിവൈഡ്. ഡിവൈഡ് എന്നാൽ വിഭജിക്കുക. ദാറ്റ് ഡിവൈഡ് അസ്, നമ്മെ വിഭജിക്കുന്നത്. നമ്മെ വിഭജിക്കുന്നത് നമ്മുടെ വ്യത്യാസങ്ങൾ അല്ല. ഇറ്റ് ഈസ് അവർ ഇൻഎബിലിറ്റി. ഇൻഎബിലിറ്റി എന്നാൽ കഴിവില്ലായ്മ. അത് നമ്മുടെ കഴിവില്ലായ്മയാണ്. എന്തിനൊക്കെയുള്ള? ടു റിക്കഗ്നൈസ്, തിരിച്ചറിയാനും, ആക്സെപ്റ്റ്, സ്വീകരിക്കാനും, ആൻഡ് സെലിബ്രേറ്റ്, ആഘോഷിക്കാനും. ദോസ് ഡിഫറൻസസ്, ആ വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങളെ തിരിച്ചറിയാനും അംഗീകരിക്കാനും ആഘോഷിക്കാനുമുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ്. അതായത് നമ്മളെല്ലാവരും ഒരുപോലെയല്ല, ധാരാളം വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ആ വ്യത്യാസങ്ങളെ അംഗീകരിക്കാത്തതാണ് ഇവിടെ പ്രശ്നം. നെക്സ്റ്റ് പേജ് നോക്കൂ. ലുക്ക് അറ്റ് ദി സൈൻസ് ബിലോ. സൈൻസ് എന്നാൽ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ എന്നാണ് അർത്ഥം. താഴെ തന്നിട്ടുള്ള ചിഹ്നങ്ങൾ നോക്കൂ. ഇവിടെ നമുക്ക് 4 ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. തൊട്ടു താഴെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കൊന്ന്, എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട്, എന്ത്, ഡു ദീസ് സൈൻസ്, ഈ അടയാളങ്ങൾ, മീൻ, അർത്ഥമാക്കുന്നു. ഈ അടയാളങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് കാണിക്കുന്നത്? വടികുത്തി നടക്കുന്ന ഒരാൾ. ഈ വടിക്ക് നമ്മൾ ബ്ലൈൻഡ് സ്റ്റിക്ക് എന്നാണ് പറയുക. അപ്പോൾ ഇത് എന്തിന്റെ അടയാളമായിരിക്കും? യെസ്, സൈൻ ഓഫ് ബ്ലൈൻഡ്നെസ്, കാഴ്ച വൈകല്യമുള്ള ആളുകളെ തിരിച്ചറിയുന്ന അടയാളം. സെക്കൻഡ്, രണ്ടാമത്തെ നോക്കൂ, ചെവിയുടെ ചിഹ്നമാണ്. അതായത് സൈൻ ഓഫ് ഡെഫ്നെസ്, കേൾവി വൈകല്യമുള്ളവരെ തിരിച്ചറിയുന്ന അടയാളം. മൂന്നാമത്തെ ചിഹ്നം നോക്കൂ, 2 കൈകളുടെ ചിഹ്നം. അതായത് സൈൻ ഓഫ് മ്യൂട്ട്നെസ്. മ്യൂട്ട്നെസ് എന്നാൽ മൂകത എന്നാണ് അർത്ഥം. അതായത് സംസാരശേഷിയില്ലാത്തവരെ തിരിച്ചറിയുന്ന അടയാളം. നാലാമത്തെ നോക്കൂ, ഇവിടെ ഒരു വീൽ ചെയർ കാണാം, അതിൽ ഒരാൾ ഇരിക്കുന്നതും കാണാം. ഇത് സൈൻ ഓഫ് ഫിസിക്കൽ ഡിസേബിലിറ്റി, അതായത് നടക്കാൻ പറ്റാത്തവർ, ശാരീരിക വൈകല്യമുള്ളവരെ തിരിച്ചറിയുന്ന അടയാളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡു യു തിങ്ക്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ദീസ് സൈൻസ്, ഈ അടയാളങ്ങൾ, ആർ ഇമ്പോർട്ടന്റ്, പ്രധാനമാണെന്ന്, ഇൻ പബ്ലിക് പ്ലേസസ്, പൊതുസ്ഥലങ്ങളിൽ. പൊതുസ്ഥലങ്ങളിൽ ഈ ചിഹ്നങ്ങൾ പ്രധാനമാണെന്ന് നിങ്ങൾ കരുതുന്നത് അഥവാ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡിസ്കസ്, ചർച്ച ചെയ്യുക. കൂട്ടുകാർ ഇത് ചർച്ച ചെയ്ത് എഴുതുമല്ലോ. നമുക്കിനി നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. നമ്മുടെ ലെസൺ 6 ഡോട്ട്സ്. 6 ഡോട്ട്സ്, കുത്തുകൾ, 6 കുത്തുകൾ. ഇത് കേവലം 6 കുത്തുകളല്ല. കാഴ്ചയില്ലാത്തവരുടെ ഇരുണ്ട ലോകത്ത്
വെളിച്ചമുണ്ടാക്കിയ 6 കുത്തുകളാണ്. ഈ 6 കുത്തുകൾ ചേർന്നുണ്ടാക്കിയ അക്ഷരങ്ങളാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ബ്രെയിൽ ലിപി. നമുക്ക് ഒട്ടും വൈകാതെ ആ അത്ഭുത കഥയിലേക്ക് പോകാം. ഹൗ ഡു എങ്ങനെയാണ് വിഷ്വലി ചാലഞ്ചഡ് എന്നാൽ കാഴ്ച വൈകല്യമുള്ള പീപ്പിൾ ആളുകൾ, കാഴ്ച വൈകല്യമുള്ള ആളുകൾ ലേൺ മനസ്സിലാക്കുന്നത് എബൌട്ട് കുറിച്ച് ദ വേൾഡ് എറൗണ്ട് ചുറ്റുമുള്ള ലോകം ദം അവർക്ക്, അതായത് കാഴ്ച വൈകല്യമുള്ള ആളുകൾ അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ലെറ്റ്സ് റീഡ് നമുക്ക് വായിക്കാം. ദ ഇൻസ്പയറിംഗ് എന്നാൽ പ്രചോദിപ്പിക്കുന്ന സ്റ്റോറി കഥ. നമുക്ക് പ്രചോദിപ്പിക്കുന്ന ആ കഥ വായിക്കാം. ആരുടെ? ഓഫ് ലൂയിസ് ബ്രെയിലിന്റെ. ഹു അവൻ ചേഞ്ച്ഡ് മാറ്റിമറിച്ചു ദ വേൾഡ് ലോകത്തെ. ആരുടെ ലോകത്തെ? ഓഫ് വിഷ്വലി ചാലഞ്ചഡ് പീപ്പിൾ കാഴ്ച വൈകല്യമുള്ളവരുടെ ലോകത്തെ. അതായത് കാഴ്ച വൈകല്യമുള്ളവരുടെ ലോകത്തെ മാറ്റിമറിച്ച ലൂയിസ് ബ്രെയിലിന്റെ പ്രചോദനമുണ്ടാക്കുന്ന ആ കഥ നമുക്ക് വായിക്കാം. ലൂയിസ് ബ്രെയിൽ ആരാണെന്ന് കൂട്ടുകാർക്കറിയാം? ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാം. മൈ ലൈഫ് എന്റെ ജീവിതം. ആരുടെ ജീവിതമാണ്? ലൂയിസ് ബ്രെയിലിന്റെ. മൈ ലൈഫ് എന്റെ ജീവിതം ചേഞ്ച്ഡ് മാറ്റിമറിച്ചു ദാറ്റ് ഡേ ആ ദിവസം. എന്റെ ജീവിതം ആ ദിവസം മാറ്റിമറിച്ചു. അപ്പോൾ ഇവിടെ എന്തോ ആ ദിവസം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ഹാഡ് ബീൻ പ്ലേയിങ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് കൊണ്ട് എന്തുകൊണ്ടാണ്? പപ്പയുടെ ഓൾ എന്നാൽ എ ഷാർപ്പ് ടൂൾ, അതായത് മൂർച്ചയുള്ള ഒരു ഉപകരണം. ചെരുപ്പുണ്ടാക്കാനും ചെരുപ്പ് തുന്നാനും ഒക്കെ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഞാൻ പപ്പയുടെ മൂർച്ചയുള്ള ഉപകരണം കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. നോക്കൂ, അത് പ്രൂവ്ഡ്, അത് എന്നാൽ ഓൾ ആ മൂർച്ചയുള്ള ആയുധം, പ്രൂവ്ഡ് തെളിയിച്ചു, ടൂ ഷാർപ്പ് നല്ല മൂർച്ചയുള്ളതാണെന്ന്, ഫോർ മൈ ഐസ് എന്റെ കണ്ണുകൾക്ക്, അത് എന്റെ കണ്ണുകൾക്ക് മൂർച്ചയുള്ളതാണെന്ന് തെളിയിച്ചു. ആ ഓളിന്റെ മൂർച്ച എത്രത്തോളം ഉണ്ടെന്ന് എന്റെ കണ്ണിനെ തെളിയിച്ചു കൊടുത്തു. അതായത് നല്ല മൂർച്ചയുള്ള ഉപകരണമാണിത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യു ആർ നീയാണ് എന്താണ്? ടൂ കെയർലെസ് എന്നാൽ വളരെ ശ്രദ്ധയില്ലാത്തവൻ. ലൂയിസ് നീ വളരെ ശ്രദ്ധയില്ലാത്തവനാണ്. ആരാണ് പറഞ്ഞത്? പപ്പ ക്രൈഡ് എന്നാൽ ഇവിടെ അർത്ഥം പറഞ്ഞു എന്നാണ്. എങ്ങനെയാണ് പറഞ്ഞത് നോക്കൂ. ഇൻ ഡിസ്ട്രസ് എന്നാൽ വേദന, ദുഃഖം. ഇൻ ഡിസ്ട്രസ് വേദനയോടെ ദുഃഖത്തോടെ പപ്പ പറഞ്ഞു. എന്താ പറഞ്ഞത്? യു ആർ ടു കെയർലെസ് ലൂയിസ് നീ വളരെ അശ്രദ്ധനാണ്, ശ്രദ്ധയില്ലാത്തവനാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മൂർച്ചയുള്ള ഉപകരണമെടുത്ത് അശ്രദ്ധയായി കളിച്ച് കണ്ണ് മുറിഞ്ഞത് കൊണ്ട്. ഇതാണ് ഓൾ, അതായത് ആ മൂർച്ചയുള്ള ഉപകരണം. എ ഹീലർ എന്നാൽ രോഗികളെ ചികിത്സിക്കുന്ന ആൾ, അതായത് നമ്മുടെ നാട്ടിൽ വൈദ്യൻ എന്ന് പറയും. എ ഹീലർ ഒരു വൈദ്യൻ ബാൻഡേജ് ഇട്ടു. മൈ ഐ എന്റെ കണ്ണിന് ബാൻഡേജ് ഇട്ടു. ബട്ട് എന്നാൽ ദ ബാൻഡേജ് ആ ബാൻഡേജ് ഇച്ചിട് ചൊറിയുണ്ടാക്കി. സോ മച്ച് വളരെയധികം. എന്നാൽ ആ ബാൻഡേജ് വളരെയധികം ചൊറിയുണ്ടാക്കി. നമുക്കറിയാം ബാൻഡേജ് ഇടുമ്പോൾ ചൊറിയുണ്ടാകാറുണ്ട്. നോക്കൂ, മൈ ഹാൻഡ്സ് എന്റെ കൈകൾ വേർ ആയിരുന്നു. എന്തായിരുന്നു?
സ്മോൾ ചെറുതും ആൻഡ് ക്വിക്ക് വേഗതയുള്ളതുമായിരുന്നു. ഏതുപോലെയാണെന്ന് നോക്കൂ. ലൈക്ക് പോലെ, ദ സ്പേരോസ് കുരുവികൾ ഇൻ ദ ട്രീസ് മരത്തിലുള്ള കുരുവികളെ പോലെ. അതായത് മരത്തിലുള്ള കുരുവികൾ ചെറുതുമാണ്, വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയുമാണ്. അതുപോലെയാണ് എന്റെ കൈകൾ. അതായത് അടക്കി പിടിക്കാൻ കഴിയാത്ത കൈകളായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു നോക്കൂ. എനിക്ക് കുടിന്റ് കഴിഞ്ഞില്ല. കീപ്പ് എവേ എന്നാൽ അകറ്റി നിർത്താൻ, ദം അവയെ കൈകളെ. അതുകൊണ്ട് എനിക്ക് കൈകളെ അകറ്റി നിർത്താൻ കഴിഞ്ഞില്ല. അതായത് എനിക്ക് കണ്ണുകൾ ചൊറിയാതിരിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഞാൻ ചൊറിഞ്ഞു. ഞാൻ ഡിഡിന്റ് മീൻ എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. ഡിഡിന്റ് മീൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ടു മേക്ക് ആക്കാൻ തിങ്സ് കാര്യങ്ങൾ, വേഴ്സ് മോശം, വഷളാക്കാൻ. ഞാൻ കാര്യങ്ങൾ മോശമാക്കാൻ അഥവാ വഷളാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ എന്റെ കണ്ണുകളിൽ ചൊറിഞ്ഞ് ഇങ്ങനെ വഷളാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ബട്ട് എന്നാൽ ഡിഡ് ഞാൻ ചെയ്തു. അതായത് ഞാൻ ചൊറിഞ്ഞു. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചു. നമുക്ക് നോക്കാം. ദ ഇൻഫെക്ഷൻ എന്നാൽ അണുബാധ സ്പ്രെഡ് വ്യാപിച്ചു, പടർന്നു. ടു മൈ അതർ ഐ എന്നാൽ മറ്റേ കണ്ണ്. എന്റെ മറ്റേ കണ്ണിലേക്ക് അണുബാധ പടർന്നു. അണ്ടിൽ ഒടുവിൽ ഐ കുഡ് സീ എന്നാൽ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ്. ഐ കുഡ് സീ നത്തിങ് എന്നാൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അറ്റ് ഓൾ തീരെ, ഒട്ടും. ഒടുവിൽ എനിക്ക് ഒട്ടും കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻ എന്റെ മറ്റേ കണ്ണിലും പടർന്നു. അതുകൊണ്ട് രണ്ട് കണ്ണിന്റെയും കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു. ലൂയിസ് പറയുന്നു നോക്കൂ. നോ ട്രീസ് മരങ്ങളില്ല, എന്റെ കാഴ്ചയിൽ ഇപ്പോൾ മരങ്ങളില്ല. അല്ലെങ്കിൽ സ്പേരോസ് കുരുവികളില്ല. നോ ഫേസസ് മുഖങ്ങളില്ല, ആരുടെയും മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. നോ ലോവ്സ് ഓഫ് ബ്രെഡ്. ലോവ്സ് മീൻസ് പീസസ്. ബ്രെഡ് റൊട്ടിയുടെ കഷ്ണങ്ങളും എന്റെ കാഴ്ചയിലില്ല. അതായത് മരങ്ങളില്ല, കുരുവികളില്ല, മുഖങ്ങളില്ല, റൊട്ടിയുടെ കഷ്ണങ്ങളും എന്റെ കാഴ്ചയിലില്ല. ബൈ ദി ടൈം അപ്പോഴേക്കും. ഐ ടേൺഡ് എന്നാൽ ഇവിടെ അർത്ഥം ആയി എന്നർത്ഥം. ഐ ടേൺഡ് 5 അപ്പോഴേക്കും എനിക്ക് 5 വയസ്സായി. ഐ വാസ് കംപ്ലീറ്റ്ലി മീൻസ് ടോട്ടലി പൂർണ്ണമായി, ബ്ലൈൻഡ് അന്ധനായി. ഞാൻ പൂർണ്ണമായി അന്ധനായി. അതായത് 5 വയസ്സായപ്പോഴേക്കും ഞാൻ പൂർണ്ണമായും അന്ധനായി. നെക്സ്റ്റ് പേജ്. മൈ വേൾഡ് എന്റെ ലോകം വാസ് ഡാർക്ക് ആൻഡ് ഡേഞ്ചറസ്. ഡാർക്ക് ഇരുണ്ടത്, ഡേഞ്ചറസ് അപകടകരമായ. എന്റെ ലോകം ഇരുണ്ടതും അപകടകരവുമായി. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് നോക്കൂ. ഞാൻ സ്റ്റംബിൾഡ് എന്നാൽ കാലിടറി, വീഴാൻ പോയി. എബൌട്ട് ദി ഹൗസ്. എബൌട്ട് എന്നാൽ ഇവിടെ അർത്ഥം അകത്ത് എന്നാണ് അർത്ഥം. എബൌട്ട് ദി ഹൗസ് വീട്ടിനകത്ത്, വീട്ടിനുള്ളിൽ ഞാൻ കാലിടറി. എങ്ങനെയാണ് കാലിടറി എന്ന് നോക്കൂ. ബേങ്ങിങ് ഇടിച്ച്, ഇൻടു ദി ചെയേഴ്സ് കസേരകളിലിടിച്ച്, ദ വോൾസ് ചുമരുകളിലിടിച്ച്, ദ ഡോർ വാതിലിലിടിച്ച്. കസേരകളിലും ചുമരുകളിലും വാതിലിലും ഇടിച്ച് ഞാൻ അകത്ത് കാലിടറി, വീഴാൻ പോയി. മൈ ബോഡി എന്റെ ശരീരം എയ്ക്ഡ് മീൻസ് പെയിൻഡ് വേദനിച്ചു. എന്റെ ശരീരം വേദനിച്ചു. എങ്ങനെയാണ് വേദനിച്ചത്? കസേരയിലും ചുമരിലും ഡോറിലുമെല്ലാം ഇടിച്ച് എന്റെ ശരീരം വേദനിച്ചു. വെർ ഈസ് ദി സൺ? സൂര്യൻ എവിടെയാണ്? ഐ ക്രൈഡ് ഞാൻ ചോദിച്ചു. സൂര്യൻ എവിടെയാണെന്ന് ഞാൻ ചോദിച്ചു. അവന് കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട്, സൂര്യനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചത്. ബട്ട്
എന്നാൽ the sun did not come, സൂര്യൻ did not come, വന്നില്ല, എന്നാൽ സൂര്യൻ വന്നില്ല. ഞാൻ sat ഇരുന്നു, sit ഇരിക്കുക, sat ഇരുന്നു, ഞാൻ ഇരുന്നു, by near the window, ജനലിനടുത്ത് ഞാൻ ഇരുന്നു. ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നു നോക്കൂ, ട്രെയിനിങ്, പരിശീലിപ്പിച്ചുകൊണ്ട്, മൈ ഇയേഴ്സ്, എന്റെ ചെവികളെ പരിശീലിപ്പിച്ചുകൊണ്ട്, ടു ഡു, ചെയ്യാൻ, വാട്ട്, അത്, മൈ ഐസ് കുഡ് നോട്ട്, എന്റെ കണ്ണുകൾക്ക് കഴിയാത്തത്, എന്റെ കണ്ണുകൾക്ക് കഴിയാത്തത് ചെയ്യാൻ ഞാൻ എന്റെ ചെവികളെ പരിശീലിപ്പിച്ചുകൊണ്ട് ജനലിനടുത്ത് ഇരുന്നു. അവൻ ചെവികളെ പരിശീലിപ്പിച്ചത് കൊണ്ട് തിരിച്ചറിയുന്ന ശബ്ദങ്ങളാണിവ. നോക്കൂ, ക്ലാങ്, ബാങ്, കിസ്, കിസ്. ദാറ്റ്, ആ ശബ്ദം, വാസ്, ആയിരുന്നു, പപ്പ ഇൻ ഹിസ് ഷോപ്പ്, പപ്പ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ നിന്നുണ്ടാക്കുന്ന ശബ്ദങ്ങളായിരുന്നു ക്ലാങ്, ബാങ്, കിസ്, കിസ്. അടുത്ത ശബ്ദം നോക്കൂ, സ്വൂഷ്, സ്വിഷ്, സ്വൂഷ്, സ്വിഷ്. ഇതാരുടെ ശബ്ദമാണ്? ലോങ് സ്കേർട്ടഡ്. ലോങ് എന്നാൽ നീണ്ട, സ്കേർട്ട് എന്നാൽ പാവാട. ലോങ് സ്കേർട്ടഡ് എന്നാൽ നീണ്ട പാവാട ധരിച്ച ലേഡീസ്, സ്ത്രീകളുടെ. ഹറിങ്, ഹറിങ് എന്നാൽ വേഗത്തിൽ പോകുന്ന, ഓടിപ്പോകുന്ന. ടു മാർക്കറ്റ്, മാർക്കറ്റിലേക്ക്, മാർക്കറ്റിലേക്ക് ഓടിപ്പോകുന്ന നീണ്ട പാവാട ധരിച്ച സ്ത്രീകളുടെ ശബ്ദമായിരുന്നു അത്. അടുത്ത ശബ്ദം നോക്കൂ, ക്ലാംപ്, 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 സ്റ്റോംപ്. കനത്ത കാലടി ശബ്ദമാണിത്. ആരുടെ കാലടി ശബ്ദമാണ്? യെസ്, സോൾജേഴ്സ്, പട്ടാളക്കാർ. മാർച്ചിങ്, മാർച്ച് ചെയ്യുന്ന. ഡൗൺ ദി സ്ട്രീറ്റ്, തെരുവിൽ, തെരുവിൽ മാർച്ച് ചെയ്യുന്ന പട്ടാളക്കാരുടെ ശബ്ദമാണത്. അടുത്ത ശബ്ദം നോക്കൂ, ഗർ, ഗർ, റഫ്, ഗർ. ഇത് ഏതിന്റെ ശബ്ദമാണെന്ന് നോക്കൂ, ദ നൈബേഴ്സ്, അയൽക്കാരന്റെ. ഏംഗ്രി ഡോഗ്, കോപാകുലനായ, രോഷമുള്ള നായയുടെ ശബ്ദമാണ്. എന്തിനാണ് നായ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിയത്? ചെയിൻഡ്, ചങ്ങലക്കിട്ടു. എങ്ങനെ ചങ്ങലക്കിട്ടു? ടു ടൈറ്റ്, മുറുക്കി, മുറുക്കി ചങ്ങലക്കിട്ടത് കൊണ്ട് രോഷാകുലനായ അയൽക്കാരന്റെ നായയുടെ ശബ്ദമാണ് ഇതെല്ലാം. നോക്കൂ, മൈ ഫാമിലി, എന്റെ കുടുംബം. ഡിഡ്, ചെയ്തു. വാട്ട്, അത്. ദേ കുഡ്, അവർക്ക് കഴിഞ്ഞത്. എന്റെ കുടുംബം അവർക്ക് കഴിഞ്ഞതെല്ലാം ചെയ്തു. എന്തെല്ലാം ചെയ്തു നോക്കൂ, പപ്പ, പപ്പ മെയ്ഡ്, ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയത്? എ വുഡൻ, ഒരു വുഡൻ, മരം കൊണ്ടുള്ള. കെയിൻ, സ്റ്റിക്ക്, വടി. മരം കൊണ്ടുള്ള ഒരു വടി പപ്പ ഉണ്ടാക്കി. കെയിന് ചൂരൽ എന്ന അർത്ഥമുണ്ട്, ഇവിടെ സ്റ്റിക്ക് എന്നാണ് അർത്ഥം. അതായത് വാക്കിംഗ് സ്റ്റിക്ക്. ഇതാണ് വാക്കിംഗ് സ്റ്റിക്ക്. ഈച്ച് ഡേ, എല്ലാ ദിവസവും. ഞാൻ വാക്ക്, നടന്നു. എ ലിറ്റിൽ, കുറച്ച്. എല്ലാ ദിവസവും ഞാൻ കുറച്ച് നടന്നു. ടപ്പ്, 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 ടപ്പ്. വാക്കിംഗ് സ്റ്റിക്ക് തറയിൽ കുത്തുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ടപ്പ്, ടപ്പ് എന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ കുറച്ചു നടന്നു. കൗണ്ടിങ്, എണ്ണിക്കൊണ്ട്. ദ സ്റ്റെപ്സ്, പടികൾ. ബിറ്റ്വീൻ, ഇടയിൽ. ദ ഹൗസ് ആൻഡ് ദ ഗാർഡൻ, വീട്ടിനും പൂന്തോട്ടത്തിനുമിടയിലുള്ള സ്റ്റെപ്പുകൾ എണ്ണിക്കൊണ്ട് എല്ലാ ദിവസവും ഞാൻ കുറച്ച് നടന്നു. പിന്നെ എവിടെയാണ് നടന്നു നോക്കൂ, ദ വൈൻയാർഡ്. വൈൻയാർഡ് എന്നാൽ മുന്തിരിത്തോട്ടം. ആൻഡ് ദി ചിക്കൻ കൂപ്പ്. കൂപ്പ് എന്നാൽ കേജ്, കൂട് എന്നാണ് അർത്ഥം. ചിക്കൻ കൂപ്പ് എന്നാൽ കോഴിക്കൂട്. മുന്തിരിത്തോട്ടത്തിനും കോഴിക്കൂടിനും ഇടയിലും ഞാൻ നടന്നു. അടുത്ത എവിടെയാണെന്ന് നോക്കൂ, ദ ബേക്കേഴ്സ് ആൻഡ് ദി മില്ലേഴ്സ്. ബേക്കേഴ്സ് എന്നാൽ ബേക്കറിക്കാരന്റെ കടയിലേക്കും, ആൻഡ് ദി മില്ലേഴ്സ്, മില്ലറുടെ കടയിലേക്കും നടന്നു. ആൻഡ് എന്നിട്ട് ബാക്ക്, തിരിച്ച്. ടു പപ്പാസ് ഷോപ്പ്, പപ്പയുടെ കടയിലേക്ക്. അതായത് അവിടെയെല്ലാം നടന്നതിനു ശേഷം തിരിച്ച് പപ്പ
പപ്പയുടെ ഷോപ്പിലേക്ക് പോയി. ഇവിടെയൊക്കെ അവൻ കുറച്ചു ദൂരം മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ കഥ നമ്മൾ 3 ഭാഗങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് പാർട്ടിന്റെയും തേർഡ് പാർട്ടിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. All right, dears. See you all in the next class. Take care.